ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ പുതിയ ആളുകൾ ഫോളോവേഴ്സ് നമുക്ക് വന്നതുകൊണ്ട് തന്നെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു ഫ്രോക്ക് നൈറ്റിന്റെ വീഡിയോ വളരെയധികം നല്ല രീതിയിൽ തന്നെ വൈറലായി, നല്ല രീതിയിൽ തന്നെ എന്താ പറയാ ഇൻസ്റ്റയൊക്കെ ഒന്ന് അല്ലേ ഫോളോവേഴ്സ് ഒക്കെ കുറേ പുതിയ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതായിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയം ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴും പിന്നെ ഒന്നും എന്താ പറയുക ഒന്നും നേരെ വ്യക്തമായി കാണാതെയൊക്കെ വരുമ്പോഴാണ് പലതരം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും നമ്മളായിട്ട് കൂടുതൽ നേരം ചാറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതും നമ്മൾക്കും റിസ്ക് ആണ്. കൂടുതൽ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും അതിന് എന്താ പറയുക റിപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഓൺലൈനിൽ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 5 മണിക്കൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു 5:30-6 മണി തൊട്ടിട്ട് 9 മണി വരെയൊക്കെ ആയിരിക്കും നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോഴായിരിക്കും നമ്മൾ അതിനുള്ള റിപ്ലൈസ് ഒക്കെ തരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ പിറ്റേ ദിവസം 5 മണിക്കാണ് ആ ഒരു മെസ്സേജ് ഒക്കെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ അതിന് ആ സമയത്ത് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കില്ല. പിന്നെ നമ്മൾ 5 മണിക്ക് തൊട്ടിട്ടായിരിക്കും ബാക്കിയുള്ള എന്തൊക്കെയാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും തരുന്നുണ്ടാവുക. പിന്നെ എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് തന്നെ കുറേ പേർക്ക് കിട്ടാത്തതിലുള്ള പരിഭവം ഉണ്ട്. നമ്മൾക്ക് കൊടുക്കാൻ കഴിയാത്ത വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കുറച്ച് ഞാൻ ഓർഡേഴ്സ് വന്നത് കാണിച്ചു തരാം. ഇത് മാത്രമാണ് നമ്മുടെ ഒരു ഫ്രോക്ക് നൈറ്റീസിന്റെ. ഒരുപാട് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് മാത്രം നമ്മുടെ ഫ്രോക്ക് നൈറ്റീസിന്റെ മാത്രമായിട്ടുള്ള ഓർഡേഴ്സിൽ പകുതിയാണ് കേട്ടോ ഇതുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കുറേ ഓർഡേഴ്സ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ പേരെടുത്ത് നമുക്ക് ഇവിടുന്ന് സ്റ്റോക്ക് ഔട്ട് എന്നുള്ളത് പറയേണ്ടി വന്നു. എന്തായാലും ഞാൻ പറയുന്ന പോലെ ഡിമാൻഡിങ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്തായാലും ആഴ്ചയിൽ റീസ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, പുതിയ പാറ്റേണിലും പുതിയ പ്രിന്റിലും ഒക്കെ ആയിട്ട്. അപ്പൊ ആരും വിഷമിക്കണ്ട. കുറേ പേര് നമ്മളിവിടെ പ്രൊഡക്റ്റ് ഇല്ലാതെ സ്റ്റോക്ക് ഔട്ട് പറയാണോ എന്ന് വിചാരിക്കുന്നത് വരെ ഉണ്ട്. നമ്മുടെ ദേഷ്യത്തിലായിട്ട്, അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അതിന് റിപ്ലൈ കിട്ടാതാവുമ്പോൾ പ്രതീക്ഷിച്ചിട്ട് ഇരുന്നിട്ട് കിട്ടാതാവുമ്പോൾ ഉള്ള വിഷമം കൊണ്ട് പറയാണ്. നിങ്ങൾ എന്താണ് പ്രൊഡക്റ്റ് ഇല്ലാതെ 2 പീസ് വെച്ചിട്ട് ഇരിക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബൾക്ക് ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഓരോ റിപ്ലൈസ് ആയിട്ട് കൊടുത്ത് അവർക്കുള്ള ആ പ്രൊഡക്റ്റ് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മളെല്ലാം വിശദമായി ഓരോ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് എന്തായാലും ഓരോ മെസ്സേജ് കഴിയും തോറും അതിന് റിപ്ലൈ കിട്ടാനുള്ള കുറച്ച് ടൈം ലാഗിങ് വരും. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും റിപ്ലൈ തരാതിരിക്കില്ല. നമ്മൾ സമയം എടുത്തിട്ട് ഓരോ മെസ്സേജും വ്യക്തമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് നമ്മൾ അതിനുള്ള റിപ്ലൈസ് ഒക്കെ നൽകുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അവർ ഓർഡർ പ്ലേസ് ചെയ്യണ നേരത്തെ ഓഫ്ലൈനിലായാൽ കൂടി നമ്മൾ അത് കൺഫേം ചെയ്യുന്നത് വരെ അവരുടെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ആ നമ്പറിൽ നമുക്ക് കോൾ ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണോ, നമുക്ക് അടുത്ത മെസ്സേജിലോട്ട് പോകാനാണെന്നുള്ളത് ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ അറിയിച്ചിട്ടാണ്, അവർ ഓൺലൈനിൽ ഇല്ലെങ്കിൽ കൂടി നമ്മൾ അറിയിച്ചിട്ടാണ് അടുത്ത മെസ്സേജിലേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ GPay നമ്പർ കൊടുക്കാൻ ആ ഒരു ടൈമിങ്ങിലായിരിക്കും ഇവർ ചിലപ്പോൾ ഓഫ്ലൈനിലേക്ക് പോവുക. അപ്പോൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ അപ്പോൾ അവരുടെ ആ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അവന് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ഇത് വേണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടായിരിക്കും നമ്മൾ പോവുക കേട്ടോ. പിന്നെ ഒരു മെസ്സേജ് ഇപ്പോൾ 7 മണിക്കാണ് നൽകിയത്, പിന്നെ 8 മണിക്ക് വന്നിട്ട് അതില്ലേ, ആ പ്രൊഡക്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അത് എന്താ പറയുക ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരു 5 മിനിറ്റിന്റെ ഡിഫറൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് എന്താ പറയുക മെസ്സേജ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ആരാണോ ഫസ്റ്റ് എത്തുന്നത് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതെ, ആരാണോ ഫസ്റ്റ് വരുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മെസ്സേജസ് ഒക്കെ ഇവിടെ എടുക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഒരേ ടൈമിൽ എത്ര മെസ്സേജ് വരുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിലുള്ളതൊരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ കൂടെ ഞാൻ മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ യാതൊരുവിധ എന്താ പറയുക ഇതുമായിട്ടല്ല പറയുന്നത്. ഒരേ ടൈമിൽ തന്നെ ഒരു 500 മെസ്സേജസ് വരെ നമുക്ക് ഈ ഒരു ഡിമാൻഡിങ് പ്രൊഡക്റ്റിന് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഇതിന്
മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡിങ് അല്ലാത്ത നമ്മൾ നോർമൽ പ്രോഡക്ട്സ് എപ്പോഴും കൊണ്ടുവരുന്ന കുട്ടികളുടെ 2 പീസ് സെറ്റുകളായാലും കോഡ് സെറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ നോർമൽ 290 ടോപ്പുകൾ, കുർത്തീസ് ഒക്കെ അതൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് സമാധാനത്തോടു കൂടി നമുക്ക് എന്താ പറയുക മെസ്സേജസ് എടുക്കാനും അതിനുള്ള റിപ്ലൈസ് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതുപോലത്തെ ഓഫർ റേറ്റ്, ഓഫർ സെയിൽ വീഡിയോസിനൊന്നും നമുക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാനുള്ള എല്ലാത്തിനും അങ്ങനെ നമുക്ക് ഒരു ടൈമിംഗ് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ എന്തായാലും നമ്മൾ പ്രോഡക്റ്റ് പക്ഷെ ഈ ഒരു 2-3 പ്രാവശ്യം കിട്ടാത്തവരാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം റീസ്റ്റോക്ക് വരും എന്ന് പറയും. എന്നിട്ടും കിട്ടിയില്ല ഞങ്ങൾക്ക് എന്നുള്ള പരാതികൾ വരും. ഫോൺ ചെയ്യണം, അറിയിക്കണം എന്ന് പറയും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഇത്ര ആളുകൾ ഫോൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ഫോൺ കോളുകൾ ഒഴിവാക്കുക. നമുക്ക് ഫോൺ കോൾ എന്തായാലും നമ്മൾ ആ ടൈമിൽ അറ്റൻഡ് ചെയ്യുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് എടുക്കാത്തത് കാണുമ്പോൾ തുടർച്ചയായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഫോൺ കോളിലൂടെ നമുക്ക് യാതൊരുവിധ ഓർഡേഴ്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നതായിരിക്കില്ല. എന്തൊക്കെയായാലും നിങ്ങൾ മെസ്സേജ് അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും റിപ്ലൈ നമ്മൾ നൽകിയിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടി ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പുതിയ ഫോളോവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഇപ്പോഴും വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നവരുണ്ട്. നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ പ്രൊസീജിയർ ഒക്കെ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. മുന്നത്തെ വീഡിയോസ് ആയിട്ടൊന്നും വരരുത്, അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. ഒരു ദിവസം മാത്രമേ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മളിൽ നിൽക്കുകയുള്ളൂ. പിന്നെ ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും പീസുകളൊക്കെ ആയിരിക്കും ഡിമാൻഡിങ് അല്ലാത്തതിൽ ഉണ്ടാവുക. ഡിമാൻഡിങ് പ്രൊഡക്ട്സ് എന്തൊക്കെയായാലും രാത്രി ആകുമ്പോഴേക്കും തന്നെ നമുക്കെല്ലാം മിക്കതും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇത്രയധികം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡാലിയ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തന്നിരിക്കും കേട്ടോ. അതിനെന്തായാലും അതെ ഫോളോവേഴ്സിനനുസരിച്ച് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം കൂട്ടുന്നതായിരിക്കും. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നാളെ ആ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.